ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മറ്റ് മാസങ്ങളെ അപേക്ഷിച്ച് ഈ ഓഗസ്റ്റിൽ മാത്രം നടേണ്ട ചില പ്രത്യേക വിളകളുണ്ട്. അതുപോലെ ഈ സമയത്ത് കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളുമുണ്ട്. അതെന്തൊക്കെയാണ് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഈ വീഡിയോയിൽ കാണുന്ന കുറ്റിയമര നമുക്ക് ഓഗസ്റ്റ് മാസത്തിൽ നട്ട് വളർത്താൻ പറ്റിയ ഏറ്റവും നല്ല ഒരു പയറുവർഗ്ഗമാണ്. അധികം പരിചരണമൊന്നും ഇല്ലാതെ നിറയെ കായ പിടിക്കുന്ന ഒന്നാണ് കുറ്റിയമര. ഈ കാണുന്ന ചെടിയിൽ നോക്കിയേ, നിറയെ പയറാണ്. ഒന്നോ രണ്ടോ ചെടികളുണ്ടെങ്കിൽ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള പയർ നമുക്കതിൽ നിന്ന് ലഭിക്കും. ഓഗസ്റ്റ് മാസം നടാൻ പറ്റിയ രണ്ടാമത്തെ ഒരു വിളയാണ് മുളക്. മുളക് നമുക്ക് ഏത് സീസണിൽ നടാം. പക്ഷേ ഈ മഴ സീസണിൽ നട്ട് കഴിഞ്ഞാൽ മുരടിപ്പൊന്നും വരാതെ നമുക്ക് ഇതേപോലെ നിറയെ മുളക് പിടിച്ച് കിട്ടും. ഇത് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുളകിന് അത്യാവശ്യം മാത്രം വെയിൽ മതി. കൂടുതൽ വെയിലത്ത് വെച്ച് കഴിഞ്ഞാലാണ് മുരടിപ്പ് കൂടുതൽ ബാധിക്കുന്നത്. ഈ മുളക് നോക്കിയാൽ ഇത് അധികം വെയിലില്ലാത്ത സ്ഥലത്താണ് നിൽക്കുന്നത്. നിറയെ കായൊക്കെ പിടിച്ച് ഒരു മുരടിപ്പ് പോലും ഇല്ലാതെ ഇത് വളർന്നു കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ടിപ്സൊക്കെ ഉണ്ട്. അതൊക്കെ ഞാനൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ ഇത് നമ്മുടെ ഒരു കാന്താരിയാണ്. ഇത് സാധാരണ ചെറിയ ടൈപ്പ് കാന്താരിയല്ല, കുറച്ച് വലിയ മുളകുണ്ടാകുന്ന കാന്താരിയാണ്. അപ്പോൾ ഓഗസ്റ്റ് മാസം എല്ലാവരും മുളക് നട്ട് നോക്കണം. അടുത്തതായിട്ട് നടാൻ പറ്റിയ ഒരു ഐറ്റമാണ് വെണ്ട. വെണ്ട ഈ സമയത്തൊക്കെ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം വെയിലൊന്നും ഇല്ലാത്ത സമയത്തായതുകൊണ്ട് നല്ല രീതിയിൽ വളർന്നു കിട്ടും. വഴുതനയും ഓഗസ്റ്റ് മാസം നടാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. പിന്നെ സാലഡ് കുക്കുംബർ നമുക്ക് ഏത് സീസണിൽ നടാം. പക്ഷേ ഈ സമയത്തൊക്കെ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കെയറൊക്കെ കൊടുത്താൽ നമുക്ക് നല്ലതായിട്ട് വളർത്തിയെടുക്കാം. അപ്പോൾ ഇതേപോലുള്ള ഒരു പോട്ടിൽ മാറ്റി നട്ട് ഇതേപോലെ വളങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വളങ്ങൾ നമുക്ക് നേരിട്ട് കൊടുക്കാതെ ഇതേപോലെ ഒരു പാത്രത്തിൽ വളങ്ങളിട്ട് വെച്ചാൽ ചെടി തന്നെ എടുത്തുള്ളൂ. പിന്നെ പീച്ചിൽ നടാം, പയർ നടാം. പയർ ഇതേപോലെ നമ്മുടെ കയ്യിൽ വിത്തുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഏത് സമയത്തും നടാം. അപ്പോൾ വിത്ത് സൂക്ഷിക്കുന്നതും ഇതെങ്ങനെ കളക്ട് ചെയ്യണമെന്നൊക്കെ ഉള്ള വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, കമൻറ്റിലൂടെ അറിയിച്ചാൽ ഞാൻ ഇനി ഒരിക്കലും അതിൻ്റെ വീഡിയോ ചെയ്യാം. വെണ്ട നടുമ്പോഴും നമുക്ക് ഇതേപോലെയുള്ള തൈകളൊക്കെ വിത്തിലൂടെ നമുക്ക് ആക്കിയെടുക്കാം. പിന്നെ സാമ്പാർ ചീര നമുക്ക് നടാം. കാരണം മഴയത്ത് സാദാ ചീര അധികം പിടിക്കില്ല, സാമ്പാർ ചീര വേഗത്തിൽ പിടിച്ചു കിട്ടും. മുളക് നമുക്ക് ഏത് സമയത്ത് നടാം, എന്നാലും ഈ സമയത്ത് നടുന്നത് വളരെ നല്ലതാണ്. കോവൽ നടാം. ക്യാപ്സിക്കം ഒക്കെ നമുക്ക് വിത്തിട്ട് ഈ മാസം നടാം. കോവലൊക്കെ കുറേ വർഷങ്ങളോളം തന്നെ കേടാകാതെ നിൽക്കുന്ന ഒരു ചെടിയാണ്. അതുകൊണ്ട് തന്നെ ഇതേപോലെ ഉറപ്പുള്ളൊരു നല്ലൊരു പന്തലിട്ട് കൊടുക്കണം. കോവലിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ പടർത്തിയിരിക്കുന്നത് നിത്യവഴുതനയും പിന്നെ പന്തലമരയുമാണ്. ഇത് രണ്ടും നമുക്ക് ഈ സീസണിൽ നടാം. കൂടാതെ നമുക്ക് ചതുരപ്പയറും നടാം. ഓഗസ്റ്റ് മാസം മാത്രം നടാൻ പറ്റുന്ന ഒരു ചെടിയാണ് ഈ ചതുരപ്പയർ. അത് വേറൊരു സീസണിൽ നമുക്ക് നടാനായിട്ട് പറ്റില്ല. പിന്നെ തക്കാളിയൊക്കെ നമുക്ക് വളരെ കുറച്ച് നടാം. മഴയുള്ളത് കൊണ്ട് തക്കാളിക്ക് വേഗം തന്നെ പൂപ്പൽ ചീച്ചിലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ നടുമ്പോൾ മഴ അധികം കൊള്ളാത്ത ഭാഗത്ത് വേണം നമ്മൾ തക്കാളിയൊക്കെ നട്ടുപിടിപ്പിക്കാനായിട്ട്. പിന്നെ ഇത് നിത്യവഴുതനയുടെ പൂവാണ്. ഇതിൽ വൈറ്റ് പൂവുള്ളത് കൊണ്ട് അതിൽ നീലപ്പൂക്കൾ ഉള്ളതുകൊണ്ട്. പിന്നെ ഇത് ഇഞ്ചിയാണ്. ഇഞ്ചിയും നമുക്ക് നടാം. പിന്നെ നടാൻ പറ്റിയത് ശീതകാല പച്ചക്കറിയാണ്. ക്യാബേജ്, കോളിഫ്ലവർ, ഇതൊക്കെ നടാം. അപ്പോൾ ഇതൊക്കെ നടന്ന വീഡിയോ അടുത്ത് തന്നെ വരുന്നുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് അതൊക്കെ കാണുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ വരാം.